കരിപ്പുര. ശരി. പീറ്റർ ഇതാകെ വയ്യടാ, നമുക്ക് നാളെ പണിതാ പോരെ? ഭയങ്കര മേലുവേദന. സാബു നീ എന്തിട്ട് പറയണേ? ഒരു മാസായില്ലടാ വീട്ടില്. പിള്ളേര് ചുമര് കാര്യം തുടങ്ങി. നീ ഇങ്ങോട്ട് വന്നേ. സാബ് ഈ വൈറ്റ് സിമിന് എടുത്ത സൈഡിൽ ചുമര് നടത്തടാ. ചേട്ടാ എനിക്ക് പണിയൊന്നും അറിയില്ല. ആ പീറ്ററിനെ വിളിച്ചോണ്ട് വന്നതാ. ഇതൊക്കെ എന്തോട്ടത്ര പഠിക്കാനുള്ള നിങ്ങൾ വന്നേ. ആദ്യം ഒരു പ്രൊഫഷണൽ പണിക്കാരൻ പോലെ നിൽക്കുക. മനസ്സിലായ? ആദ്യേ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ തെളിക്കുക. നിന്നെ കണ്ട മൊത്തത്തിലൊരു പണിക്കാരനെന്ന് തോന്നണം. എന്നിട്ട് ഇതിങ്ങനെ അടിക്കുക. കണ്ടാ ഇതിങ്ങനെ അടിക്കുക. ഇത്രയ്ക്കുള്ളോ? എങ്ങനെ ഇതിങ്ങനെ അടിക്കല്ലേ? അത് ഞാൻ സെറ്റാക്കാം. കമ്മീഷൻ കഴിഞ്ഞിട്ട് പകുതി കൂലിയല്ലേ കൊടുക്കണല്ലോ. അപ്പൊ ഇത് മരത്തെ പണിക്കാരെ കിട്ടുള്ളൂ. എന്തിട്ട് നീ കാണിക്കണ ഉറച്ചതുകൊണ്ടാണ് ഉറച്ചോണ്ടിരിക്കണേ. മേളിൽ പോയി ഗ്രില്ല് ഉറച്ചേ. തങ്കഭസ്മം കുറിയിട്ട തമ്പുരാട്ടി. മാതേച്ചിയെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് ഭർത്താവും മോളും. ചേച്ചിയുടെ പോലെ തന്നെയാണോ ചേച്ചിയുടെ മോളും? അല്ലട മോനെ, എന്നെ പോലെ ഒന്നുമല്ല എന്റെ മോള്. അവള് വെളുത്തൊരു സുന്ദരി കുട്ടിയാണ്. അവത്താർന്നല്ലേ പണി. പോടപട്ടി. നീ ഇന്നലെ വെച്ച മണല് മോശ. നീ ഇനി ഇത് വെക്കണ്ടേട്ടാ. അയ്യോ കരട് കരട്. പൊടി പൊടി ഊതി ഊതി എന്നെ വെളുപ്പിക്കോ? ശരി ശരി. ഒരച്ചൊരച്ച് നീ ചുമരോട്ടേക്കോ ചങ്ങാതി? ചേട്ടാ വൈറ്റ് സിമെന്റ് ബാക്കി വന്നു. എന്തുട്ടാ ചെയ്യാ? എന്തുട്ടത് സമയം നോക്കി കൂട്ടണ്ടേ? സമയം നാലേ. ഈ വൈറ്റ് സിമെന്റ് എന്റെ തലേ കൂടെ ഒഴിക്കടാ. നിങ്ങൾ അങ്ങനെ നടന്നേ. ചേട്ടാ ഞാൻ അപ്പോഴും പറഞ്ഞത് എനിക്ക് പണി അറിയില്ലാന്ന്.
അയ്യോ ഔ, അയ്യോ അമ്മേ അയ്യോ ഇല്ല, അയ്യോ അമ്മേ അമ്മേ. നിന്നെ പോലെയുള്ള പണിക്കാരുണ്ട മലയാളികളെ പേര് കളയണേ മയിരോളെ